ഇപ്പൊ തന്നെ ഞാനത് ഒടിച്ചു നുറുക്കിയാണ്. കാരണം ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളുകളായി. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോണെയാണ്. എന്താ സംഭവം? ഇതാണ് സംഭവം. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഫ്ലാഗും പിടിച്ച് നിൽക്കണമെന്ന് തോന്നുള്ളൂ. പക്ഷേ ഈ സംഭവം ഒരു ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ് ആണ്. ഞാനിത് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് 500 റുപ്പീസിനാണ് ഞാൻ ഈ റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഒരു വട്ടം നമ്മളിത് ഓർഡർ ചെയ്തിട്ട് നമുക്കിതിൽ മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് റിട്ടേൺ അടിച്ചാണ്. ഇത് നമ്മൾ പിന്നെയും ഒന്നും കൂടി ഓർഡർ ചെയ്തതാണ്. എന്താ സംഭവം നോക്കാം. ലെറ്റ്സ് അൺബോക്സ്. ഇത് റിംഗ് ലൈറ്റും ഇത് സ്റ്റാൻഡും ആണ്. ഞാനിപ്പോൾ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു സാധാരണ മൊബൈൽ സ്റ്റാൻഡിലാണ്. അത് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആയത് പർച്ചേസ് ചെയ്തിട്ട്. പക്ഷേ അതിൻ്റെ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്തത്. ഞാൻ എൻ്റെ ഇപ്പം യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ആദ്യം നമുക്ക് റിംഗ് ലൈറ്റ് ഒന്ന് നോക്കാം. കൂടി കിട്ടിയതന്നെ. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ബോക്സ് പാക്ക് എന്ന് പറയുന്നത്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു റിംഗ് ലൈറ്റൊക്കെ വെച്ച് ട്രൈപോഡ് വേണമെന്ന്. സോ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതിൻ്റെ അഡാപ്റ്റേഴ്സും വയേഴ്സ് എല്ലാം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ട് കത്തിരുന്ന സാധനം. ഇതൊരു കോളർ മൈക്കാണ്. ഇതിൻ്റെ കൂടെ കോളർ മൈക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ധാരാളം റിംഗ് ലൈറ്റ് ഉണ്ട്, പക്ഷേ ചിലതിൽ മാത്രമേ കോളർ മൈക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. എനിക്കിവിടെ മൈക്ക് ഇങ്ങനെയൊക്കെ വെച്ച് വർത്തന്നെ പറയാം. ഇനി നല്ല വോയിസ് ഒക്കെ ക്ലാരിറ്റിയോടെ കേൾക്കും. ഇതെല്ലാം വർക്ക് ചെയ്യാൻ നോക്കണം. അമ്മ ഊരാൻ പറ്റുന്നില്ല. സോ ഇതാണ് നമ്മുടെ കോളർ മൈക്ക്. ദെൻ ഇതൊരു സ്റ്റാൻഡ്. പിന്നെ ഇത് മൊബൈൽ ഹോൾഡർ. നമ്മളിതിന് മുന്നേ വാങ്ങിച്ച ട്രൈപോഡിൽ മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നില്ല. സോ നമ്മളിത് റിട്ടേൺ അടിച്ചായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ച സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതെന്താക്കട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. പിന്നെ സാധനം ലൂസാക്ക്. മുകളിലത്തെ സാധനം ലൂസാക്ക്. തിരിക്കണത് കീ ആ പിടിച്ചത് ലൂസാക്കത് ഇപ്പുറത്തേക്ക്. എന്നിട്ടത് അത്ര മതി അടുപ്പിച്ചാൽ മതി. ഒളിച്ചു മുറുക്കി കൈ വെച്ചാൽ ഇപ്പൊ തന്നെ ഞാനിത് ഒടിച്ചു നുറുക്കിയാണ്. കാരണം യൂട്യൂബർ എത്ര മണ്ടത്തിലൊന്നും കാണിക്കല്ലേ പ്ലീസ്. കുറച്ചൊക്കെ ആൾക്കാർ കുറച്ചെങ്കിലും ബുദ്ധിയാണെന്ന് വിചാരിച്ചോട്ടെ. കാണിക്കരുത്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എൻ്റെ കിട്ടിയ ശബ്ദമാണ്. ആക്ച്വലി എനിക്ക് സത്യം എന്താ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും എനിക്ക് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പോർട്ടൽ ഉണ്ടായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു.
അതിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് ഞാൻ ഇപ്പം തന്നെ തൊടിച്ച് നിർക്കുകയാണ്. സോ നമ്മുടെ ട്രൈപ്പോഡ്, ഈ ട്രൈപ്പോഡ് റിംഗ് ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വിദഗ്ധ അഭിപ്രായം ഞാൻ തേടുകയാണ്. സോ ഞാൻ എന്നെ കെട്ടിയാനെ ക്ഷണിക്കുകയാണ്. ജോ, പ്ലീസ് കം. ഇവിടെ ഇരിക്കും, പിടിച്ചോ. സോ നമ്മൾ ഈ ട്രൈപ്പോഡ് വിത്ത് റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വിദഗ്ധ അഭിപ്രായം തേടിയേക്കുകയാണ്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവും ധാരണയില്ല. സോ നമ്മൾ ചെയ്ത് മോശമൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ ക്ഷണിച്ചിരിക്കുകയാണ്. എൻ്റെ അപ്രന്റീസ് ട്രെയിനിയാണിത്. ഒരു ട്രൈപ്പോഡ് പോലും ഫിറ്റ് ചെയ്യാൻ അറിയാത്ത യൂട്യൂബറാണോ താങ്കൾ എന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ അത് എനിക്കറിയില്ല. അറിയാൻ പാടാത്ത കാര്യം നമ്മൾ അറിയാൻ പാടാന്ന് പറയണം അല്ലേ? അല്ലേ, അറിയാൻ പാടാത്ത കാര്യം നമ്മൾ അറിയാൻ പാടെന്ന് പറയണം. പൊട്ടത്തരം കാണിച്ച് എന്തിനാ വെറുതെ നശിപ്പിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ശരിയോ? 360 ഡിഗ്രി ശരിയോ? ചന്തന കാളി എത്ര ഉള്ള ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന പോവല്ലേ പോവല്ലേ? അങ്ങനെ എങ്ങനെ 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 എവിടെ ബാക്കിൽ ലൂസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ലൈറ്റ് കത്തിക്കുക. സോ നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മളിവിടെ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ലൈറ്റ്സ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കാണുമ്പോൾ രസമൊക്കെ ഉണ്ട്. 3-4 മോഡല്, ഓൾമോസ്റ്റ് 4 മോഡൽ എന്തോ ആണ് ലൈറ്റ് ഉള്ളതെന്നാണ് പറഞ്ഞത്. സോ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കോളർ മൈക്കും കൂടി ഉണ്ട്. മൈക്കിൻ്റെ സ്പോഞ്ച് സൈഡിൽ നിന്ന് പോയിരിക്കുന്നതാണ്. ആക്ച്വലി മൈക്കിൻ്റെ സ്പോഞ്ച് കുറച്ച് ഡാമേജ്ഡ് ആണ്. അതിൻ്റെ പിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വിധത്തിലായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ട്രൈപ്പോഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ വോത്തിട്ടാണ്. കൂടെ ഈ കോളർ മൈക്കും കൂടെ അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഞാൻ വഴിയുള്ള ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യാം. ഇത് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു അൺബോക്സിങ് വീഡിയോ. നമ്മൾ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചെന്ന് മാത്രം. ഞാൻ നിങ്ങളോട് മുടങ്ങാതെ ലെങ്തി വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണം, പള്ളിപ്പെരുന്നാൾ, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസ്, ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൊണ്ട് നമ്മുടെ ലെങ്തി വീഡിയോസ് കുറേ ഡിലേ ആയി. അതുകൊണ്ട് ഞാനൊരു മുൻകൂർ സോറി പറയുന്നു. നമ്മുടെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള എല്ലാ വീഡിയോസും നമുക്ക് വഴിയെ വരുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് പരമാവധി ഡെയിലി ഇട്ട് പോകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്തി വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. കുറച്ച് ഇന്ററാക്ഷൻ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം വഴിയെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ച ഒരു മൊബൈൽ സ്റ്റാൻഡ്. ഇത് വെച്ചായിരുന്നു ഇത്ര നാൾ നമ്മൾ ഷൂട്ട് ചെയ്തെന്ന് വെച്ചത്. ഇതിപ്പോൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. പുറത്തതിന് പല ഭാഗത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൊബൈൽ ഹോൾഡിംഗ് വരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റാൻഡ് പോയി. പക്ഷേ ഇതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമ്മുടെ 1 ഇയർ ജേർണി ഇത് വെച്ചാണ് ഞാൻ ക്യാരി ചെയ്തത്. സോ ഇപ്പം നമുക്ക് പുതിയൊരു സഹയാത്രിയും വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം.